സത്യം പറഞ്ഞാൽ സംസാരിക്കണ്ട എന്ന് കണ്ണടച്ച് വിടുന്ന ഒരു കാര്യമാണ്, പക്ഷെ സഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവിടെ ഡൽഹിയിൽ നടക്കുന്നത് റെഡ് കാർപ്പറ്റ് അല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സൺ മൈ പ്രൊട്ടസ്റ്റ് ബാഗും സൺപ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവാൻ വേണ്ടി അത് റെഡ് കാർപ്പറ്റ് ആണോ? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അവിടെ ജെനുവിൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നും വക വെക്കാതെ അവിടെ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇതിനൊക്കെ എല്ലാം നമ്മൾ ഇങ്ങനെ കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും കോണ്ടന്റ്. ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇത് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. അല്ല ചേട്ടൻ രാവിലെ കാണിച്ചത് ഭയങ്കര ബോറായിപ്പോയെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ പോയിട്ട് ഗെറ്റ് റെഡി ചെയ്യാനും ഫുൾ ഓൺ മേക്കപ്പിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് പോലെ ചിരിച്ച് സ്ലോഗനും പിടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ ഇൻഫ്ലുവൻസിങ്? ഇവരെയാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. ഇത് നടക്കുന്നത് പ്രൊട്ടസ്റ്റ് ആണ്, ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലാതെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടോ കോണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനോ അല്ല. ആത്മാർത്ഥമായിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യും. അൾട്ടിമേറ്റ്